ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അറ്റ് ഷേദ്ലത്ത്. അങ്ങനെ രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും കിടന്നുറങ്ങി. അതാണ് എനിക്ക് പതിവ്. ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ എണീക്കും. മീൻസ് 7 o'clock അല്ലെങ്കിൽ കിടന്നിട്ട് 8 o'clock എണീക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഞാനൊരു 9 മണിക്ക് അലാറമൊക്കെ വെച്ചിട്ട് കിടന്ന് വീണ്ടും ഉറങ്ങി. എന്നിട്ട് 9 മണിക്ക് എണീറ്റു. ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് കയറി. ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഉച്ചക്കേക്കുള്ള കറീനുള്ള പണിയിലായിരുന്നു. ഞാൻ പയറുകറിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ മുളകെണ്ണ ഉണ്ടായിരുന്നു. സോ അത് മതിയാണ് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക്. ആസ് യു ഗൈസ് നോ, ഇത് ഇപ്പോൾ ഷേദ്ലത്താണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 1 വർഷമായി. ഉമ്മക്ക് നാട്ടിലോട്ട് പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ നാട്ടിലോട്ട് പോകും, ഉമ്മ തിരിച്ചു വരും. അതാണ് ഞങ്ങളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ പരിപാടി. കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അത് ഉറങ്ങുമായിരുന്നു. ഞാൻ ഉദുവിനെ എണീപ്പിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ഇതാണ് നമ്മളെ ഇന്നത്തെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്, ബ്രെഡ് ആൻഡ് ബട്ടർ. സം ഡേയ്സിൽ ഞാനിങ്ങനെ ബ്രെഡ് ആൻഡ് ബട്ടർ ആയിരിക്കും നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ്. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ സാധാ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഉദുവിന് നൈറ്റാണ് ഡ്യൂട്ടി. സോ രാവിലെ വൈകിയാണ് നമ്മൾ 2 എണീറ്റത്. സോ എനിക്ക് മടിയായി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. രാത്രി പ്ലാൻ ഇട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതിരിക്കാൻ തന്നെ. സോ ദാറ്റ്സ് ഓൾ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെയൊക്കെ മുറ്റമൊക്കെ തൂത്തുവായിരുന്നു. അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പരിപാടി ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. ഇനി ചോറ് വെക്കുന്ന പണി മാത്രമേ ഉള്ളൂ. അത് പിന്നെ റൈസിലായതുകൊണ്ട് വലിയ പാടൊന്നുമില്ല, സിമ്പിളാണ്. സോ ആഫ്റ്റർ ദാറ്റ് നമ്മൾ പിന്നെ ഒരു പാകിസ്ഥാനി ഡ്രാമ കാണാൻ കിടന്നു. ഞാൻ ഓൾറെഡി കണ്ട സീരീസ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ചോറ് വെക്കാൻ വേണ്ടി എണീറ്റ് ഇത് കണ്ടുകൊണ്ട് കിടന്ന്. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്തുള്ളൂ കേട്ടോ സീരീസ്. എനിക്കൊരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനതൊന്ന് റെക്കമെൻഡ് ചെയ്തു. സോ ഇത് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് കാണാം, എനിക്ക് ഒറ്റയ്ക്ക് കാണാൻ വയ്യാന്ന് പറഞ്ഞു. സോ അങ്ങനെ ഞാനൊരു കമ്പനിക്ക് കിടന്നാണ്. സോ എൻ്റെ ചോറുണ്ടാക്കൽ പരിപാടി കഴിഞ്ഞു. സോ ഞാൻ വീണ്ടും ഡ്രാമ കാണാൻ പോയി. ഞങ്ങളൊരു ബനാന ജ്യൂസൊക്കെ കുടിച്ച് വീണ്ടും ഡ്രാമ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് കുളിച്ച് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ പിള്ളേർസ്. നമ്മൾ കഴിക്കും മുമ്പ് അവർക്ക് ഫുഡ് കൊടുക്കും, എന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ബിക്കോസ് നമ്മൾ കഴിക്കാൻ സംടൈംസ് ലേറ്റ് ആവും. അപ്പോൾ അവർ വിശന്ന് പോലും. അതുകൊണ്ട് അവർക്ക് ഫസ്റ്റ് കൊടുക്കും, ദെൻ നമ്മൾ കഴിക്കും. ഞങ്ങൾ രണ്ടുപേരുടെയും ടേസ്റ്റ് വളരെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഞാൻ മുളകെണ്ണയും തൈരും മറ്റേ മീനും കൂട്ടി കഴിക്കുമ്പോൾ ഓന് കറി വേണം, മുളകെണ്ണ വേണം, മീൻ വേണം. തൈര് കഴിക്കില്ല ബിക്കോസ് ഹി ഡോണ്ട് ലൈക്ക് സോ മച്ച് ഓഫ് പൊടി. അങ്ങനെ നമ്മുടെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി. ദെൻ ഒരു 5:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് എണീറ്റ് ഇത് കുറച്ച് വൈകി ഉറങ്ങും. ഞാൻ പിന്നെ കിടക്കുക ഉറങ്ങുക, ദാറ്റ്സ് മൈ പോളിസി. ഇത് കുറച്ച് ലൈറ്റ് ആവാറുണ്ട് കിടക്കുമ്പോൾ. ഇത് നമ്മുടെ പെറ്റാണ് സൗജത്ത്. അവൾക്ക് ഫുഡ് അകത്ത് വെച്ച് കൊടുക്കും. കാരണം ഷീ ഗോട്ട് ലോട്ട്സ് ഓഫ് പ്രിവിലേജസ്. ഇത് ഭയങ്കരമായിട്ട് അവളെ വഷളാക്കുന്നുണ്ട്. കാരണം അവൾക്ക് സെപ്പറേറ്റ് മീനൊക്കെ കൊടുക്കും, മറ്റുള്ളവർക്ക് കൊടുക്കില്ല. ഇത് കിടക്കും മുമ്പുള്ള വ്യൂ ആണ്, മീൻസ് ഉച്ചക്കത്തെ വ്യൂ ആണ്. നമ്മുടെ ത്രൂ വിൻഡോ ആണിത്. പുറത്ര കാറ്റുണ്ടായിട്ടും ലേശം പോലും റൂമിലോട്ട് ഒത്തൊന്നും എത്തുന്നില്ല. ഭയങ്കര ചൂടാണിവിടെ. സോ ഹോട്ട് ഗൈസ്. ആൻഡ് ദിസ് ഈസ് ദ വ്യൂ ആഫ്റ്റർ ദ സ്ലീപ്പ്. വൈകുന്നേരത്തെ വ്യൂ ആണിത്. ഒരു 5:30 വ്യൂ. അങ്ങനെ അസ്ർ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തു പോകാൻ വേണ്ടി റെഡി ആവുമായിരുന്നു, ചുമ്മാ കറങ്ങാൻ. അങ്ങനെ നമ്മൾ പുറപ്പെട്ടു. അങ്ങനെ ഓൺ ദ വേയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് എൻ്റെ യൂട്യൂബർ ഫാൻസ് എന്നെ റെക്കഗ്നൈസ് ചെയ്തു ഗൈസ്. അങ്ങനെ അവരുമായിട്ടൊക്കെ സംസാരിച്ച് നമ്മൾ അവർക്ക് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോയി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരോടൊക്കെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ. അങ്ങനെ നമ്മൾ ചായ അടിക്കാൻ വേണ്ടി നമ്മുടെ സ്പോട്ടിലെത്തി. നമ്മൾ രണ്ടുപേരും കോഫിയൊക്കെ പറഞ്ഞ് വെയിറ്റിംഗ് ആണ്. ചായക്ക് മീൻസ് കോഫിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതാ നമ്മുടെ അങ്ങനെ കോഫിയൊക്കെ എത്തി. നമ്മൾ പിന്നെ കഴിക്കലാണ്. സോറി ഗൈസ്, കുടിക്കൽ പ്ലസ് കഴിക്കലാണ്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ കറക്കായിരുന്നു. ചേട്ടില മൊത്തം കറങ്ങി. ദിവസമുള്ളതാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എന്നാലും കറങ്ങുന്നുണ്ട്. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഹൈസ്കൂൾ. കൂടെ JB സ്കൂൾ ഉണ്ടെന്ന് തോന്നുന്നു, SBS എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാണ്. മീൻസ് ബാങ്കൊക്കെ കൊടുത്തു. സോ അധികം വൈകിയില്ല, നമ്മൾ ഹെലിപ്പാഡ് ത്രൂ പോയിട്ട് വീട്ടിൽ പോയി. ഇന്നത്തെ സൺസെറ്റ് വ്യൂ ഭയങ്കര പൊളിയായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സോ ഞാൻ വിട്ടുകൊടുത്തില്ല, അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ പോയി. അങ്ങനെ നമ്മൾ വീടെത്തി ഗൈസ്. നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. ഒരു 1 മന്തുള്ള ഒരു ബേബി വിസിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഓൺ ദ വേയിൽ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങി നമ്മൾ കൊച്ചിനെ കാണാൻ പോയി. അങ്ങനെ കൊച്ചിനൊക്കെ കണ്ട് സോളമൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. വീട്ടിലെത്തിയിട്ട് ഡിന്നറൊക്കെ കഴിച്ച് ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. ഇതാണ് ഗൈസ് നമ്മുടെ പരിപാടി. ഒരു അമ്പളത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ ഇത് സെപ്പറേറ്റ് ചെയ്യുമായിരുന്നു. ചെറിയ പണിയുണ്ട് അതുകൊണ്ട്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് ഡ്യൂട്ടി പോയി. അങ്ങനെ ആമിനെയും വന്ന് നമ്മൾ പിന്നെ ഉറങ്ങാൻ പോയി. സോ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഗൈസ് ഇന്നത്തെ വീഡിയോ. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ ബൈ, ടാറ്റാ.